പ്രിയപ്പെട്ട നമ്മുടെ റൂബി KMCCയുടെ 5ാമത് സീതി ഹാജി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വിശിഷ്ട അതിഥിയായിട്ടാണ് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിലെ ഒരു ചർച്ചാ വിഷയവുമായ പ്രിയപ്പെട്ട സന്ദീപ് ജി വാര്യർ ഇവിടെ എത്തിച്ചെന്നത്. ഇന്നലെയായിരുന്നു ഞങ്ങളെ ഫുട്ബോൾ ടൂർണമെൻറ്റ്. അവിടെ ഞങ്ങൾ ചീഫ് ഗസ്റ്റായിട്ട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം കണ്ടു. ഇന്ന് രാത്രി തിരിച്ചു പോവുകയും ചെയ്യും. അതിന് മുന്നേ ഒരു പ്രസ് മീറ്റ് നടത്താമെന്ന് കരുതി. അപ്പോൾ ആദ്യമായി ഇതിലേക്ക് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വന്ന ഒമാനിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിമാരായ അഷ്റഫ് കിനോക്കൽ സാഹിബ്, അതുപോലെ സാനവാസ് സാഹിബ്, മൂവാറ്റുപുഴ, റൂബി KMCC പ്രസിഡന്റ് റഫീഖ് സാഹിബ് തുടങ്ങിയ എല്ലാവരും, അതുപോലെ റൂബി KMCCയുടെ പ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ KMCCയുടെ റൂബി കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഫുട്ബോൾ മത്സരത്തിൻ്റെ അതിഥിയായിട്ടാണ് വന്നത്. ആദ്യമായിട്ടാണ് ഒമാനിൽ വരുന്നത്. ഇവിടുത്തെ KMCC നടത്തുന്ന നിരവധി സേവന പ്രവർത്തനങ്ങളും മനുഷ്യത്വപരമായിട്ടുള്ള നിരവധി ഇടപെടലുകളും തീർച്ചയായിട്ടും അനുകരണീയമായിട്ടുള്ളതാണ്. ഇന്ന് KMCCയുടെ പ്രവർത്തകർക്കൊപ്പം ചില ആശുപത്രികളിൽ പോകാനും അവിടെ വളരെ ദീർഘകാലമായിട്ട് ആശുപത്രി കിടക്കയുള്ള ചില രോഗികളെ സന്ദർശിക്കാനും ഇപ്പോൾ സാധിച്ചു. അപ്പോൾ അത്തരം വളരെ ശ്രദ്ധ വേണ്ട നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന KMCCയുടെ ഇവിടുത്തെ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ കാണാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ളതിന് മറുപടി പറയാം എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ സമയത്ത് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെ KMCCയുടെയും ഇൻകാസിൻ്റെയും ഒക്കെ പ്രവർത്തകരെ കാണാനും ഇവിടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള നമ്മുടെ മലയാളി പ്രവാസികളെ പലരെയും കാണാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒമാനിലെ ചിരപുരാതനമായിട്ടുള്ള ശിവക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ സാധിച്ചു. ഒമാൻ്റെയും ഇന്ത്യയുടെയും ദീർഘകാലമായിട്ടുള്ള പരസ്പര ബന്ധത്തിൻ്റെ, ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒമാനിലെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ അറബ് രാജ്യത്ത് നമ്മുടെ ആളുകൾ, നമ്മുടെ നാട്ടുകാർ വളരെ സമാധാനപരമായി സന്തോഷമായി ജീവിക്കുന്നു, ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സാമൂഹിക സമരസതയുടെയും മതസാഹോദര്യത്തിൻ്റെയും ഒക്കെ വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഒമാനിലെ പ്രവാസ ജീവിതങ്ങൾ എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണയും സ്നേഹവും ഒമാനിലെ ജനതയുടെ, സ്വദേശി ജനതയുടെ വലിയ ആദരവും ഇന്ത്യൻ ജനതയ്ക്കും വിശിഷ്യ മലയാളികൾക്കും ഉണ്ട് എന്ന് മനസ്സിലായി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ സ്വദേശി ജനത ഇന്ത്യൻ സമൂഹത്തോട് കാണിക്കുന്ന വലിയ സ്നേഹവും ആദരവും ഒക്കെ നേരിട്ട് തന്നെ അനുഭവിച്ചറിയാനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒമാൻ ബന്ധം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. സുദൃഢമായി തന്നെ അത് തുടരുന്നു. ആ ബന്ധത്തിന് ഏറ്റവും ഊടും പാവും നൽകിയത് ജവഹർലാൽ നെഹ്റു മുതൽക്ക് ഇന്ദിരാഗാന്ധി മുതൽക്ക് രാജീവ് ഗാന്ധി വരെയുള്ള മുഴുവൻ പ്രധാനമന്ത്രിമാരും ആ ബന്ധത്തിന് ഊടും പാവും നൽകിയിട്ടുണ്ട്. അത് അതിശക്തമായി തന്നെ ഇന്നും തുടരുന്നു. തീർച്ചയായിട്ടും ആ ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കാൻ മലയാളി പ്രവാസികൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള അത്യധ്വാനം, അവരുടെ സത്യസന്ധത, അവരുടെ കർമ്മശേഷി, ഇതെല്ലാം കാരണമായിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകിച്ച് പറയേണ്ടതാണ്. മുഴുവൻ പ്രവാസികളെയും, ഈ ഒമാനിലെ മലയാളി പ്രവാസി സമൂഹത്തെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ കൂടി
ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കും. എനിക്ക് ഏറ്റവും ആകർഷണമായിട്ട് തോന്നിയത് ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള ശിവക്ഷേത്രം, ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം സന്ദർശിച്ച് കാണുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു പ്രവാസികൾക്കിടയിൽ തന്നെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരായാലും എല്ലാ രാജ്യക്കാരായിട്ട് തന്നെ ഇടപെടി ജീവിക്കുന്നു ഒരൊറ്റ. പക്ഷെ ആ ഒരു ഐക്യത്തിന്റെ ഒരു കുറവ് അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഒരു ഐക്യവും ദൃഢതയും നാട്ടിൽ ഉള്ളവർക്ക് വിള്ളൽ വീഴുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലെ തന്നെ ആകണം എന്നൊരു ചിന്ത താങ്കൾക്ക്? തീർച്ചയായിട്ടും ഒമാനിൽ ഭരണകൂടം പുലർത്തുന്ന പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തോട് പുലർത്തുന്ന വലിയ ഉദാരമനസ്കതയും അവരുടെ സ്നേഹവായ്പുമൊക്കെ, ഒമാനിലെ ജനതയും തദ്ദേശീയ ജനതയും പുലർത്തുന്ന സ്നേഹവായ്പുമൊക്കെ അനുകരണീയമായിട്ടുള്ളതാണ്. അതോടൊപ്പം ഇന്ത്യൻ പ്രവാസി സമൂഹം അവരുടെ കർമ്മഭൂമി എന്നുള്ള നിലയ്ക്ക് ഒമാനിൽ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ആത്മാർത്ഥതയോടുകൂടി ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും അതിന് ഒമാനിലെ ഭരണകൂടത്തോട് ഇന്ത്യൻ പ്രവാസി സമൂഹം കടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥ നമുക്ക് അറിയാം. വിദേശ മണ്ണിലിരുന്നു കൊണ്ട് സ്വന്തം നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ചോ അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. എന്നാൽ പോലും നമ്മുടെ നാട് അതിൻ്റെ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മതസാഹോദര്യം പുലർത്തിക്കൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ മുന്നോട്ട് പോകാൻ പര്യാപ്തമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ നാടിന് സാധിക്കണം. ഇതുവരെയും അത് സാധിച്ചിട്ടുണ്ട്. അതിനു വേണ്ട പ്രവർത്തനമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അത് ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്തിന് മാതൃകയാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യവും കേരളവും ഒക്കെ മാതൃക തന്നെയാണ്. ലോകത്തിനാകമാനം മാതൃക സൃഷ്ടിച്ച ഒരു നാടാണ് കേരളം. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ, രാജ്യത്തെ ഏതെങ്കിലും തരത്തിൽ മതസാഹോദര്യത്തിന് പരസ്പര സഹകരണത്തിനൊക്കെ വിള്ളൽ വീഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ജാഗ്രത എല്ലാവരും കാണിക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പാർശ്വവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്ത് മാറ്റി നിർത്തുകയും തുടർച്ചയായി അവർക്കെതിരായിട്ടുള്ള നിലപാടുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നതൊട്ടും ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒട്ടും യോജിച്ചതല്ല. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും അവകാശങ്ങളും ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനവുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും മുന്നോട്ട് പോകുന്നത്. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും അവകാശങ്ങളും ഉറപ്പുവരുത്താനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പോരാട്ടങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോൺഗ്രസിലേക്കുള്ള ഒരു വരവിന് ശേഷം ഒരു സമൂഹത്തിൽ ഭയങ്കര സ്വീകാര്യത, പുറത്തു പോയിട്ട് ജനങ്ങൾ കൊണ്ട് എടുത്തറിയുന്നു, വിദേശ രാജ്യങ്ങളിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു, ഒമാനിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു മനസ്സിനൊരു സംതൃപ്തി നൽകുന്നതാണ്. ഒരു പുതിയൊരു ശ്വാസം കിട്ടിയെന്നൊക്കെയാണ് പൊതുവെ സാമൂഹ്യ മീഡിയകളൊക്കെ പറയുന്നത്. അതെങ്ങനെയാണ് ഒരു വിലയിരുത്തിയിട്ടുള്ള ഒരു വരവിന് ശേഷം ഒരു കോൺഗ്രസിലേക്ക് വരവിന് ശേഷം ഒരു സംവിധാനയുടെ ഒരു യാത്രയെ? കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാകാൻ ഞാനെടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എൻ്റെ ഒരു യാത്ര, കോൺഗ്രസിൽ ചേർന്ന ശേഷമുള്ള എൻ്റെ ഓരോ ദിവസത്തെയും എൻ്റെ ഒരു യാത്ര പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കേരളത്തിനും പുറത്തും മലയാളി സമൂഹം ഒന്നടങ്കം, അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒന്നടങ്കം എൻ്റെ ഈ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുകയും ഒട്ടുമിക്കവാറും എല്ലാ ആളുകളും ഒരേ മനസ്സോടുകൂടി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. എവിടെ പോകുമ്പോഴുമുള്ള മലയാളികളുടെ, പ്രത്യേകിച്ച് പ്രവാസികളുടെ വലിയ തോതിലുള്ള പിന്തുണയും സ്നേഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ ഒരുപാട് നന്ദിയുള്ളവനാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചതല്ല, സത്യം പറയുകയാണെങ്കിൽ ഇത്രയും പ്രതീക്ഷിച്ചതല്ലെങ്കിൽ പോലും ആ വലിയ തോതിലുള്ള സ്നേഹം, അത് ഏതെങ്കിലും ഒരു പാർട്ടി UDFിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രമല്ല, അതിനപ്പുറം
ഇടതുപക്ഷത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ പ്രവാസികൾ CPM-ൻ്റെ ഭാഗമായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളടക്കം വന്നിട്ട് ഞങ്ങൾ CPM-കാരാണ്, പക്ഷേ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച നിലപാടിന് അവിടെ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടി വന്നും പെരുമാറുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാനിത് കാണുകയാണ്. ഇത് മറ്റുള്ളവർക്കും പ്രേരണയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദ്വേഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്വേഷത്തിന് ആ ഒരു രാഷ്ട്രീയം കൂടിയാണ് ഇപ്പോൾ പുതിയൊരു എത്തിക്കൊണ്ടിരുന്നത്. അടുത്ത കാലത്ത് PC ജോർജിൻ്റെ പ്രസ്താവന അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഭരണപക്ഷത്തിനെതിരെ വളരെ ഒരു നേതാവ് പോലും പറഞ്ഞിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു BJP-ൻ്റെ അജണ്ടയാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എടുത്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോവുക. അത് എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നൊരു കാര്യ പ്രവർത്തനം വെച്ചുകൊണ്ട് സംഗീതം എങ്ങനെയാണ് കാണുന്നത്? ഞാൻ BJP വിടുന്ന സമയത്ത് എൻ്റെ പ്രസ്താവനയിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു ഇക്കോസിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഇക്കോസിസ്റ്റത്തിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം മാത്രമായിരിക്കും. അത് പുറത്തേക്ക് വമിപ്പിക്കുന്നതും വെറുപ്പും വിദ്വേഷവുമായിരിക്കും. ആന്തരികമായിട്ട് പരസ്പരവും വെറുപ്പും വിദ്വേഷവുമായിരിക്കും. PC ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്താ പറയുക, നമ്മുടെ കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ PC ജോർജ് കൂടി വന്നതോടുകൂടി സൈനൈഡ് കൂടി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണിപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആ വിഷം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് അതിനകത്ത്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ മണിക്കൂർ എത്രയായി അല്ലേ? മണിക്കൂറുകൾ എത്ര പിന്നിട്ടു, എത്ര ദിവസം കഴിഞ്ഞു? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ ഈ ദിവസം വരെ സാധിക്കാതെ പോയത്? ഇവിടെ മറ്റൊരു കേസിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ട കേസാണ്. സ്ത്രീത്വത്തെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ട കാര്യം. പക്ഷേ ആ വേഗത, മുഖ്യമന്ത്രിയുടെ ചടുലമായിട്ടുള്ള ആ വേഗത എന്തുകൊണ്ടാണ് PC ജോർജിൻ്റെ കാര്യത്തിൽ കാണാതിരുന്നത് എന്നതിന് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ? സമൂഹത്തിന് വിവിധ ഭാഗങ്ങൾ ഉയർന്നു വരികയാണ്. ഒരാൾ ഒരു തവണ ഒരു തെറ്റ് ചെയ്താൽ നമുക്കത് തെറ്റായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കും. ഇത് തുടർച്ചയായിട്ട് ഒരേ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. കുറച്ചു കാലമാണെങ്കിലും നമ്മളൊരു പ്രവാസിയായിരുന്നു. ആ സമയത്ത് താങ്കൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ BJP രാഷ്ട്രീയത്തിലുള്ളപ്പോൾ തന്നെ നമുക്ക് പങ്കുവച്ചു. പക്ഷെ അത് ഇപ്പോഴാണ് ഒരുപാട് ചർച്ച ചെയ്യുന്നത്. കാരണം താങ്കളുടെ ഉദാഹരണമായിട്ട് സാമ്പത്തിക പരിഷ്കരണം എന്നൊക്കെ. അപ്പോൾ അന്ന് എന്തുകൊണ്ട് അന്ന് മനഃപൂർവ്വം അത് പുറത്തേക്ക് വരാതിരിക്കാൻ അങ്ങ് തന്നെ ആഗ്രഹിച്ചത്? കാരണം ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനത്തെ ഭക്ഷണം കൊണ്ട് തന്നില്ല സുഹൃത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമല്ല. ഞാൻ BJP-യുടെ ഭാഗമായി നിൽക്കുമ്പോഴും സൗദിയിൽ പ്രവാസിയായിരിക്കുന്ന കാലത്ത്, ഒരു പട്ടിണിക്കാലത്ത്, പെരുന്നാൾ സമയം കൂടി, ഈ നമ്മുടെ നോമ്പിൻ്റെ സമയം കൂടിയായിരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് നിന്ന് എൻ്റെ വിശപ്പടക്കിയിരുന്ന എൻ്റെ സുഹൃത്തിനെ കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. അത് ഞാൻ പരസ്യമായി എൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ജനങ്ങൾ വായിക്കാൻ തക്കവണ്ണം പങ്കുവെക്കുകയും അത് ആ കാലത്ത് വളരെ വ്യാപകമായി വായിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. മാധ്യമങ്ങളും അത് വാർത്തയാക്കിയിരുന്നു ആ കാലത്ത് തന്നെ. മറ്റൊന്ന്, ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട് തീർത്തും നിരുത്തരവാദപരമായി എന്നാൽ കരുതി കൂട്ടിക്കൊണ്ട് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു വർഗീയ പ്രചരണത്തെ BJP-ക്ക് അകത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടതാണ്. കേരളത്തിനകത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ജീവിക്കാൻ സാധിക്കില്ല. അത് ചെയ്യരുത്. അത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതി ശരിയല്ല. വികാരമല്ല, വിവേകമാണ് നമ്മളെ നയിക്കേണ്ടതെന്ന് BJP-ക്ക് അകത്ത് നിൽക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അതും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നാൽ കഴിയാവുന്ന വിധം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട്.
പലപ്പോഴും എൻ്റെ ശബ്ദം ദുർബലമായിരുന്നു, പുറത്തോട്ട് കേട്ടിട്ടില്ല. ഇപ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ നന്നായി കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഞാൻ എല്ലാ കാലത്തും എൻ്റെ മനസ്സിനുള്ളിലുണ്ടായിരുന്ന യഥാർത്ഥ ഞാൻ എന്താണോ അതിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളയാളാണ്, എക്സ്പ്രസ് ചെയ്തിട്ടുള്ളയാളാണ്. അതിപ്പോൾ വായിക്കപ്പെടുന്നു, വീണ്ടും വായിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞു PC ജോർജിന്റെ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പ് നടപടിക്കാൻ വൈകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയും BJPയും തമ്മിലൊരു ഡീലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പേടിച്ചത് കൊണ്ടാണ് എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാണോ ഇത് പറയപ്പെടുന്നത്? അല്ല, അത് നമ്മൾ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഇപ്പം കേരളത്തിൽ CPM-ഉം BJP അല്ല, കേരളത്തിൽ നിലനിൽക്കുന്നത് CJP എന്ന സംവിധാനമാണ്. അപ്പോൾ അവിടെ തമ്മിൽ ഡീൽ എന്നുള്ളതിന് ഉപരിയായിട്ട് സയാമീസ് ഇരട്ടകളെ പോലെയായി മാറിയിട്ടുണ്ട്. ഒരേ നിലപാടുകളാണ് രണ്ടുപേർക്കുള്ളത്. അമിത്ഷാ പറയേണ്ടത് തർജ്ജമ ചെയ്ത് കേരളത്തിൽ പറയുന്നത് വിജയരാഘവനാണല്ലോ. എന്താണോ ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും BJP മുന്നോട്ട് വയ്ക്കുന്ന വിഭജന വിദ്വേഷ രാഷ്ട്രീയം, അവിടെ BJP മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കേരളത്തിൽ ആവർത്തിക്കുന്നത് വിജയരാഘവനും CPM നേതാക്കളൊക്കെയാണല്ലോ. അപ്പോൾ അവർ തമ്മിലൊരു അന്തർധാരയുണ്ട് എന്നല്ല, അതൊരു പരസ്യമായ ധാരണയായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ PC ജോർജിനെതിരായിട്ടുള്ള നിയമ നടപടി ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇത്ര ഗുരുതരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, ഇത്ര നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, സംസ്ഥാന സർക്കാർ മറുപടി പറയുന്നില്ല. രണ്ട്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വിഷയത്തിൽ എന്താ അഭിപ്രായം പറയാത്തത്? PC ജോർജ് ഈ കാര്യം പറഞ്ഞത് ജനം TV-യിലാണ്. ഇത് മറ്റു വല്ല മാധ്യമങ്ങളിലും മറ്റേതെങ്കിലും മാധ്യമത്തിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ, ഈ തരത്തിലൊരു അഭിപ്രായം പ്രകടനം നടത്തിയിരുന്നെങ്കിൽ എന്തൊക്കെ പുകിലുണ്ടാകുമായിരുന്നു. അപ്പം PC ജോർജിനെതിരെ നടപടി വരുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും CPM നേതാക്കന്മാർ ഇത് തള്ളിപ്പറഞ്ഞതായിട്ടും കാണുന്നില്ല, ഇതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചായിട്ടും കാണുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നന്നായി. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലോ എവിടെയും CPM-ന്റെ അണികളോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാരോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയതായി പോലും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. ഇവിടെ തമ്മിലുള്ള ധാരണയുണ്ട്, അന്തർധാരയുണ്ട്. ഇപ്പം തന്നെ കടുത്ത സമ്മർദ്ദത്തിനൊടുവിലല്ലേ കേസെടുക്കാൻ തയ്യാറായത്. ജനങ്ങളുടെ വലിയ സമ്മർദ്ദം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ ചെയ്തു എന്നതിനപ്പുറം അതൊരു ആത്മാർത്ഥത ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും എന്താണ് അങ്ങ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ പൊതുസമ്മതം ഉയർന്നു വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പഴയ ആശയം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരൻ മാത്രമായിട്ടുള്ളൂ, ഇപ്പോഴും RSകാരൻ മനസ്സിലായിട്ടാണ് വരുന്നുള്ളത്. പക്ഷെ അങ്ങനെ മറുപടി പറഞ്ഞു, മുമ്പ് ചരിത്രം പറഞ്ഞുകൊണ്ട് തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം എപ്പോഴും അതൊരു സംശയം, ഇപ്പോഴും പൂർണ്ണമായി RSകാരനാണോ അല്ലെങ്കിൽ RS മൈൻഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. CPM-മാരല്ലേ ചോദിക്കുന്നത്? എല്ലാ ദിവസവും രാവിലെ OK വാസു മാഷ് പാനൂർ ടൗണിൽ മൈക്ക് കെട്ടിയിട്ട് RSനെ തള്ളി പറയുന്നുണ്ടോ? തള്ളി പറയാനുള്ളത് ഞാൻ തള്ളി പറഞ്ഞു കഴിഞ്ഞു ആണല്ലോ. എന്നേക്കാൾ വലിയ RSകാരനായിരുന്നല്ലോ OK വാസു, എന്നേക്കാൾ വലിയ RSകാരനല്ലോ അശോകൻ. ഇവരൊക്കെ CPM-ൽ ചേർന്നിട്ട് അവർ തള്ളിപ്പറഞ്ഞു, അവർ CPM-ന്റെ ഭാഗമായി എന്ന് കരുതി എല്ലാ ദിവസവും രാവിലെ പാനൂർ ടൗണിൽ മൈക്ക് കെട്ടിയിട്ട് OK വാസുവും അശോകനും RSനെ തള്ളി പറയുന്നുണ്ടോ? ഞാൻ എൻ്റെ നിലപാടുകൾ വളരെ കൃത്യമായി പൊതുസമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രതിനിധീകരിച്ചിരുന്ന എല്ലാ നിലപാടുകളെയും പരിപൂർണമായി തള്ളിക്കളഞ്ഞ് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറി. ഇപ്പോൾ ദിവസങ്ങൾ എത്ര കഴിഞ്ഞു? ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. എനിക്കിനി പറയാനുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും CPM-കാരുടെ സൗകര്യത്തിനനുസരിച്ച് അത് പറയണമെന്നില്ല. ഞാൻ എല്ലാ ദിവസവും എൻ്റെ നിലപാടുകളിലൂടെ കോൺഗ്രസിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ BJP മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെ, സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഓരോ ദിവസവും സാമൂഹിക മാധ്യമങ്ങളിൽ എൻ്റെ നിലപാടുകൾ ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. അത് ഓരോ ദിവസവും ചെയ്യുന്നു. അതാണ് എൻ്റെ രാഷ്ട്രീയം.
സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി പോവുകയാണ്. ഒരു MLA എന്നതിലേക്ക് എന്തെങ്കിലും ചർച്ചകൾ എവിടെയെങ്കിലും മത്സരം എന്തെങ്കിലും ഒരു ചർച്ചകളോ നടന്നു പാർട്ടി കൊണ്ട് നടന്നിട്ടുണ്ടോ? നിയമസഭാ ഇലക്ഷൻ ഇനി കേരളത്തിൽ 1.5 വർഷം ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അതിന് മുമ്പ് പഞ്ചായത്ത് ഇലക്ഷനാണ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അതിന് മുമ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് UDF പ്രവർത്തകരുടെ ദൗത്യമായിട്ടുള്ളത്. അതുമായിട്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? കൗതുകമുള്ള ചോദ്യമാണ്. ആ, അതായത് അങ്ങ് BJP പാളയത്തിലായിരുന്ന സമയത്ത് അങ്ങിട്ടിരുന്ന പോസ്റ്റുകളൊക്കെ, സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടാത്ത പല ആളുകളും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പലരെയും ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അൺബ്ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് പലരും പേഴ്സണൽ മെസ്സേജൊക്കെ പറയുന്നുണ്ട്, അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ അഡ്മിൻ പാനലിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കൂടി വെച്ചിട്ടുണ്ട്. അതെനിക്ക് പൂർണ്ണമായിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അത് ചെയ്യാവുന്നതേ ഉള്ളൂ, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ചോദ്യം ഈ ഏലത്തൊരു വിഷയം, അതുപോലെ നമ്മളെ ക്രമശീല നടന്ന സ്ഫോടനം, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു വർഗീയ കലാപം രൂപപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായി. ആ സമയങ്ങളിൽ അങ്ങ് BJP-യിലായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഇപ്പൊ ന്യൂസ് 18 പോലുള്ള മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഈ സമയത്തൊക്കെ അങ്ങ് BJP-യിലായിരുന്നു. ഈ സമയത്തുള്ള BJP-യുടെ ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞു പോയ കാര്യങ്ങൾ BJP-യുടെ ആ സമയത്തുള്ള ഇടപെടലൊക്കെ അറിയുന്നതാണല്ലോ. സ്വാഭാവികമായിട്ട് അത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മതേതര മനസ്സാക്ഷിയെ വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും അവിടെ സംഭവിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നല്ലേ പറഞ്ഞത്, ദൈവം നമ്മളെ കാത്തു എന്ന് കരുതിയാൽ മതി. അങ്ങനെ വിഘടിപ്പിക്കാൻ ആഗ്രഹിച്ചവർക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നു BJP എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഈ BJP-യിലായിരുന്ന സമയത്ത് ചാനൽ ചർച്ചകളിൽ BJP-യുടെ ഔദ്യോഗിക വക്താവായിരുന്നു. പലരുമായിട്ടും പരസ്യമായിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് അവരൊക്കെ അല്ല ഏറ്റുമുട്ടിച്ചാൽ ജ്യോതികുമാർ ചാമക്കാലൊക്കെ സംഭവമാണ് ഉദ്ദേശിച്ചത്. അല്ല പക്ഷെ നിങ്ങൾ ഈ അടുത്താണോ വീണ്ടും മുഖത്തോടുമ്പോൾ കണ്ട് വളരെ അപ്പൊ എങ്ങനെയായിരിക്കും ജ്യോതികുമാർ ചാമക്കാലയുമായിട്ട് നിങ്ങൾ പറയുന്ന ചർച്ച ഉണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കൈരളിയുടെ ഫ്ലോറിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ അമ്മ 2-3 വർഷം അസുഖമായിട്ട് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അസുഖം അന്വേഷിച്ച് അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ TV സ്ക്രീനിന് മുന്നിൽ നടന്ന 1 മണിക്കൂർ ചർച്ചയിൽ 2 മിനിറ്റ് നേരം ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം ആ ഒരു സമയത്തെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ചിലപ്പോൾ മനുഷ്യരല്ലേ. പലപ്പോഴും ജ്യോതിയുമായിട്ടും അല്ലെങ്കിൽ BRM ഷഫീർ അല്ലെങ്കിൽ മാത്യു കുഴൽനാടൻ കോൺഗ്രസിനകത്തെയും ഇപ്പോൾ CPM-ൻ്റെ അകത്തെയും ഇപ്പോൾ അന്തരിച്ചു പോയ ആനത്തലവട്ടം ആനന്ദൻ അടക്കമുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും നല്ല ബന്ധമാണ്. അങ്ങനെ അതൊന്നും വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിലല്ലല്ലോ ആരും അവിടെ പോയിട്ട് പ്രശ്നം തർക്കിക്കുന്നൊക്കെ. ചിലപ്പോൾ ഒരു നമ്മൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ വിഷയം പറയുന്ന സമയത്ത് ചില വൈകാരിക പരിസരത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിച്ചെന്നൊക്കെ വരും. അത് ആ സമയത്തേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് വൈരാഗ്യം മനസ്സിൽ കൊണ്ടുവരുന്നത്. ഇപ്പം പ്രശ്നം ഇതെല്ലാം ഡിജിറ്റൽ യുഗത്തിൽ ഈ ഡിജിറ്റൽ സ്പേസിൽ ഇതൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങളുടെ മുന്നിൽ ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. ഞങ്ങളിതൊക്കെ മറന്നുപോയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ യൂട്യൂബിൽ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഇത് വീണ്ടും വീണ്ടും വരുന്നു. പലരും വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു. കാരണം വിപണന സാധ്യതയുള്ളതാണ്. അങ്ങനെയാണോ? ഒമാനിൽ വന്നപ്പോഴേ പൊതുവായിട്ട് പ്രവാസികൾ നേരിടുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് പ്രധാനമായിട്ട് ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നോക്കൂ, പ്രവാസികളുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനെന്താണ് ഇന്ന് പോയ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇവിടുത്തെ രോഗികൾ, അതായത് 10-30 വർഷം ഒമാനിൽ ജോലി ചെയ്ത്
അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി പണം ധാരാളമായി സമ്പാദിച്ച് നാട്ടിലേക്ക് അയച്ചതിന് ശേഷം കിടപ്പ് രോഗിയായി തീർന്നപ്പോൾ സ്വന്തം വീട്ടുകാർ ഏറ്റെടുക്കാനില്ല. വല്ലാത്തൊരവസ്ഥയാണ്. ഈ 30 വർഷവും 40 വർഷമൊക്കെ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിച്ചത്? ഇപ്പം നാട്ടിലൊരാൾ ഏറ്റെടുക്കാനില്ലെങ്കിൽ ഇവരെ നാട്ടിലേക്ക് പറഞ്ഞയക്കാനും നിർത്തിയില്ല. അപ്പോൾ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് തീരുമാനങ്ങളില്ലാത്ത ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പം അത് നയതന്ത്ര തലത്തിൽ കുറച്ചുകൂടി ഉദാരമായിട്ടൊരു സമീപനം ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടാവേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നാട്ടിൽ നമ്മുടെ സ്വകാര്യ വ്യക്തികളും സംഘടനകളും ഒക്കെ ഇത്തരം ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ചികിത്സാ ചെലവ് വളരെ കൂടുതലാണല്ലോ. ഇവിടുത്തെ ഇന്ത്യൻ സൊസൈറ്റിക്ക് KMCC പോലെയുള്ള സംഘടനകൾക്കൊക്കെ അവരൊക്കെ നല്ല ഇടപെടൽ നടത്തുന്നുണ്ട്. എന്നാൽ പോലും വലിയ ചികിത്സാ ചെലവുണ്ട്. ഇവിടുത്തെ ഉദാരമതികളായിട്ടുള്ള ഇന്ത്യൻ എക്സ്പെർട്ടീസിൻ്റെ സഹായം കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നത്. പക്ഷേ അവരെ പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കാൻ ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ വെച്ച് തടസ്സമുണ്ടാക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് അവരെ സഹായിക്കാനുള്ള നിലപാടുകൾ നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവേണ്ടതാണ്. കേരളത്തിൽ വിശിഷ്യ ഇത്തരം ആളുകളെ സ്വീകരിക്കാനും പരിചരിക്കാനും ഒക്കെ നമുക്ക് ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്. അപ്പം ഈ കേവലം ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ഉറ്റ ബന്ധുക്കൾ ആരും ഉണ്ടാവില്ല ഇത്തരം ആളുകൾക്ക്. അവരെ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അവർക്കൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കൊടുക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അപ്പം അത്തരം ആളുകളെ തിരിച്ച് നാട്ടിൽ കൊണ്ടുപോകാനുള്ളൊരു സഹായം നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നാണ്. 2 വിമാന ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ വടകര MP ഷാഫി പറമ്പിലൊക്കെ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അതൊക്കെ വലിയ നിലയിൽ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും എൻ്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ പോലും അത്തരം പല വിഷയങ്ങളുണ്ട്. ഒമാനിലെ പ്രവാസികളുമായി ബന്ധപ്പെട്ട് മൊത്തം പല വിഷയങ്ങളുമുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ പിണറായി വിജയനും ഒക്കെ പ്രവാസികൾക്കായിട്ട് ഒരുപാട് പ്രോമിസസ് നൽകിയിട്ടുണ്ട്. ജോലി നഷ്ടപ്പെട്ടു വരുന്ന പ്രവാസികൾക്ക് ജോലി 6 മാസ ശമ്പളം അങ്ങനെയൊക്കെ കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെപ്പറ്റി അത് നടക്കാതെ വരികയും പിന്നെ ഇവിടെ വന്നപ്പോൾ അതിനെപ്പറ്റി പ്രവാസികളുടെ സംഘടനകളുമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഞാൻ ആകെ 48 മണിക്കൂർ നേരമാണ് ഉണ്ടായിട്ടുള്ളത്. അത്രയും ചർച്ച ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അല്ല, ഈ വിഷയങ്ങൾ അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ. ഞാൻ നേരത്തെ പ്രവാസിയായിരുന്നല്ലോ, അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി വന്നിട്ട് പ്രവാസികൾക്ക് കൊടുത്ത വാഗ്ദാനമൊക്കെ അത് നടക്കാതെ പോയതൊക്കെ കേരളത്തിൽ വലിയ ചർച്ച കൂടിയാണല്ലോ. അദ്ദേഹം വാഗ്ദാനം നൽകി നടപ്പാക്കാതെ പോയ 100 കണക്കിന് കാര്യങ്ങളിൽ ഒന്നാണ് പ്രവാസികൾക്ക് പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ വാഗ്ദാനം കൊടുക്കുക, ജനങ്ങളെ വഞ്ചിക്കുക എന്നുള്ളത് അവർ നിരന്തരമായിട്ടുള്ള ശൈലിയായി മാറി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ 6 മാസ ശമ്പളം കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് വിശ്വസിച്ച് ആരെങ്കിലും നാട്ടിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രവാസികളെ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിലവിലെ കേരളത്തിലെ സാഹചര്യത്തിൽ പ്രവാസികളെ അടക്കം ആശങ്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് കേരളത്തിലെ നമ്മുടെയൊക്കെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാര തകർച്ച പ്രവാസികളെ വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അവിടെ സംസാരിച്ച് മനസ്സിലായത്. നമ്മുടെ കോളേജുകളിലെ സീറ്റുകളൊക്കെ, പ്രധാനപ്പെട്ട കോളേജുകളിലെ സീറ്റുകളൊക്കെ ഇപ്പോൾ വേക്കൻ്റായി കിടക്കുകയാണ്. എല്ലാവരും യൂറോപ്പിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ കേരളത്തിൽ മലയാളികൾ താമസിക്കാത്ത കേരളമായി മാറുന്നു. ഒരു ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു കേരളത്തിൽ, മസ്തിഷ്ക ചോർച്ച നടക്കുന്നു. ഇത്തരം വിഷയങ്ങളാണ് പ്രവാസി മലയാളികൾക്ക് കൂടുതൽ അവരെ കൂടുതലായിട്ട് ചിന്തിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെൻറ്റും ഇത്തരം ഈ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. എന്തായാലും നിലവിലെ സർക്കാരിൽ നിന്ന് അത്തരം ഒരു പ്രതീക്ഷകളും പ്രവാസികൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും 1.5 വർഷം കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹാരമുണ്ടാക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും. ആ സമയത്ത് തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ടാകും. നമ്മൾ കണ്ട അത്തരത്തിലുള്ള രോഗികളെ പുനരധിവസിപ്പിക്കാനുള്ള സാഹചര്യങ്ങളെങ്കിലും ആ രോഗികളെ പുനരധിവസിപ്പിക്കാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാണ്. ഇപ്പോൾ CH സെൻറ്റർ പോലെ എത്രയോ വലിയ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവരൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള അനുവാദം വേണം. അത് നിയമപരമായിട്ടുള്ള നൂലാമാലകളുണ്ട്. ആ നിയമപരമായിട്ടുള്ള നൂലാമാലകൾ എംബസിയുടെ ഭാഗത്തു നിന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇവിടുത്തെ
സന്നദ്ധ സംഘടനകളുടെ മേലും സഹായങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മേലും വലിയ ബാധ്യത വന്നിട്ടുണ്ട്. താങ്ക് യു.